ആസിഡ് കുടിച്ച് ആ കുട്ടി എവിടെയായിട്ടാ കിടന്നത്? ദേ അവിടെയാ. നിങ്ങളിന്ന് പുറത്തേക്ക് നിൽക്കൂ. കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ഇനി മുതൽ കേസ് അന്വേഷിക്കുന്നത് പുതിയ ടീം ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരെന്തിനാ പോലീസുകാരോടൊപ്പം നടക്കുന്നേ? ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ദുർഗയും കിരണും വെറുതെ നമുക്കുകൂടി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നതാ. ടി വിക്കാരും മറ്റോടെ ഉണ്ടെന്നറിഞ്ഞിട്ട് വലിഞ്ഞു കയറി നിൽക്കുന്നതാവും. എങ്ങനെയെങ്കിലും ആൾക്കാർ അവളെ കുറിച്ച് സംസാരിക്കണം, അതാ അവളുടെ ലക്ഷ്യം. അതെ, പക്ഷെ പോലീസുകാർ അതെന്തിനാ സമ്മതിക്കുന്ന എനിക്ക് മനസ്സിലാവാത്ത. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഷി. വിനീത കിരണിന്റെയും ദുർഗയുടെയും ഫ്രണ്ടിന്റെ സിസ്റ്റർ അല്ലേ? എന്നേരുതി ഇത്രയ്ക്ക് ഓവർ ആവേണ്ട കാര്യം എന്തുവാ? അവളുടെ നിൽപ്പും ഭാവവും കണ്ടു കഴിഞ്ഞാൽ അവൾ ആ കേസ് അന്വേഷിക്കുന്നെന്ന് തോന്നുമല്ലോ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവറ്റകൾ എന്ത് വേണേലും ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ താമസിച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്നതൊക്കെ നമുക്ക് കൂടി ദോഷം ചെയ്യും. അതാ എന്റെ പേടി. കാര്യം പറഞ്ഞ അവൾ എന്റെ മകളുടെ സ്ഥാനത്ത് തന്നെ. പക്ഷേ ഇവളുടെ ഇത്തരം പ്രവൃത്തികളോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഞാൻ പറയുന്നത് അവളെ അവനെയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറക്കി വിടണമെന്നാ. പൂർണിമ ചേച്ചി ഒരാൾക്ക് മാത്രമല്ലേ അക്കാര്യത്തിൽ എതിർപ്പുള്ളൂ. ഇതേക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചു കഴിഞ്ഞതാ. വീണ്ടും അതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ പറഞ്ഞൊഴിഞ്ഞതുകൊണ്ടൊന്നും ആയില്ല പൂർണിമ. നീ ആയിട്ട് അവരെ ഈ വീട്ടിൽ താമസിപ്പിക്കുവാണെങ്കിൽ അവരെ നിയന്ത്രിക്കാനും നീ ബാധ്യസ്ഥയാണ്. ദുർഗയുടെയും കിരണിന്റെയും കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ സ്വന്തം സുഹൃത്തിന്റെ വീട്ടിൽ ഇങ്ങനൊരു ആപത്ത് സംഭവിക്കുമ്പോ അവർക്കൊപ്പം നിൽക്കുന്നത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നില്ല. അല്ലെങ്കിലും നിനക്ക് അവരെന്ത് ചെയ്താലും ശരിയാണല്ലോ. അതെ, പൂർണിമയുടെ ധൈര്യത്തിൽ അവർക്ക് ഇത്രയ്ക്ക് അഹങ്കാരം. നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം. ദേ ചേച്ചി ഒരു കാര്യം ഓർത്തോ, ഇവർ ഈ ചെയ്തു കൂട്ടുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടായ അതിന്റെ ഉത്തരവാദിത്തം ചേച്ചിക്ക് തന്നെയായിരിക്കും. അഷി, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളാരും അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട. പിന്നെ ആരെങ്കിലും ചെയ്യുന്നതിന്റെ കുറ്റം മാത്രം കാണാൻ ശ്രമിച്ചാൽ അതേ ഉണ്ടാവും. അതുകൊണ്ട് ആളുകളുടെ നന്മ കൂടി കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തരം പേടിയും ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായും സത്യസന്ധമായും മറുപടി പറയണം. നിങ്ങൾ പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്യും. ശരി സർ. വിനീതയെ നിങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഒരു പരാതി കിട്ടിയിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ മരണമെന്ന് വിനോദിന്റെ വീട്ടുകാർ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് മരിച്ച ഭർത്താവും വീട്ടുകാരും പ്രതിക്കൂട്ടിലാവും. ഇത് കാലാകാലങ്ങളായിട്ട് നാട്ടിൽ നടക്കുന്നതാ. ഒരു വീട്ടിലെ പ്രശ്നം എന്താണെന്ന്
ആ വീട്ടിലുള്ളവർക്ക് മാത്രമേ കൃത്യമായിട്ട് അറിയാൻ പറ്റൂ. പുറത്തു നിൽക്കുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിനും ഭാവനയ്ക്കും അനുസരിച്ച് കഥകളുണ്ടാക്കി രസിച്ചാ മതിയല്ലോ. അതിനെ വിറ്റ് കാശാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയ ചാനലുകൾക്കും ഒരു മടിയില്ല. ശരി, സമ്മതിച്ചു. അപ്പോ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. അതെന്താണെന്ന് പറഞ്ഞാ മതി. ഞങ്ങളുടെ ഒരു നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ഒരു കുടുംബ പശ്ചാത്തലമോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും വിനീതയ്ക്കും അവളുടെ വീട്ടുകാർക്കും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോ അവിടെ വെച്ചോ മറ്റോ കണ്ട് പ്രദീപിന് അവളെ ഇഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോ ഞങ്ങൾ ആ വിവാഹം ആലോചിച്ച് നടത്തിക്കൊടുത്തു. മക്കളുടെ ഇഷ്ടത്തിന് അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിതാക്കളാ ഞങ്ങള്. പിന്നെന്തിനാ വിവാഹം നടത്താൻ നിങ്ങൾ ഒരുപാട് സ്വർണവും പണവും ചോദിച്ചത്? സ്വർണവും പണവും ഒക്കെ ചോദിച്ചെന്നോ? എന്റെ ഭഗവാനെ, ആരാ ഈ നട്ടാക്കുരുക്കാത്ത നുണയൊക്കെ പറഞ്ഞിരുന്നത്? ഇക്കാലത്ത് അങ്ങനെ ആരെങ്കിലും സ്വർണവും പണവും ഒക്കെ ചോദിക്കൂ? അവരവരുടെ ഇഷ്ടത്തിന് അവരുടെ മകൾക്ക് എന്തെങ്കിലും കൊടുത്താ അത് വേണ്ടാന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ? പക്ഷേ പല പ്രാവശ്യം നിങ്ങൾ വിനീതയോട് വീട്ടിൽ നിന്ന് പണം കൊണ്ടുവരാൻ പറഞ്ഞതായി വിനീതയുടെ വീട്ടുകാർ പറഞ്ഞല്ലോ. അതൊക്കെ വെറുതെ പറയുന്നതാ. അവരവരുടെ കൊച്ചു മരിച്ചതിന്റെ സങ്കടം തീർക്കാൻ വെറുതെ അവര് ആ കുറ്റം ഞങ്ങളെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതാ. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ പണം ആവശ്യപ്പെടുന്ന വോയിസ് ക്ലിപ്പ് അവരുടെ കയ്യിലുണ്ട്. ഓ, അതാണോ? അതെന്താണെന്നോ? അത് ഞങ്ങള് സ്ത്രീധനമായിട്ട് കൊണ്ടുതരാൻ പറഞ്ഞൊന്നുമല്ല. പ്രസീതയുടെ കല്യാണത്തിന്